അത് നല്ലവണ്ണം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നവരെയാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പരിശീലിപ്പിച്ചെടുത്തുകൊണ്ട് നമ്മൾ മനസ്സിനെ അഭ്യസിച്ചെടുക്കണം. എന്നാൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കും. ഏതായാലും അവർക്ക് രണ്ടുപേർക്കും ശാപം കിട്ടി. അവരാണ് താഴ്ന്ന് ആരായി മാറിയത്? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. ഇന്നലെ നമ്മൾ അത് പറഞ്ഞു നിർത്തി. അതിനുശേഷം ഇവർ രണ്ടുപേരും അതിഥിയുടെ മക്കളായിട്ട് 100 വർഷക്കാലം, അമ്മ പറഞ്ഞല്ലോ ഞാൻ ഗർഭപാത്രത്തിൽ ചുമന്നു എന്ന്, ലോകത്തിൽ ആരും ഇങ്ങനെ ചുമന്നിട്ടുണ്ടാവില്ല. ഏതായാലും അതിനുശേഷം ഇവർ രണ്ടുപേരും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരികയാണ്. ആദ്യം തന്നെ പുറത്തു വന്നത് ഹിരണ്യാക്ഷനാണെങ്കിലും ഹിരണ്യകശിപുവാണ് ജ്യേഷ്ഠനായിട്ടുള്ളത്. അതെങ്ങനെയാണത്? ഭാഗവതം പറയുന്നു, പ്രജാപതിർനാമതയോരകാർഷിൽ യപ്രാസ്വദേഹൽ യമയോരജായതാം തം വൈ ഹിരണ്യകശിപം വിദു പ്രജാം യം തം ഹിരണ്യാക്ഷമസൂദസാഗ്രജാം. അച്ഛന്റെ ശരീരത്തിൽ നിന്ന് ബീജത്തിൽ ആദ്യം ഗർഭപാത്രത്തിലേക്ക് വീണത് ഹിരണ്യകശിപുവാണത്രേ. വലിയൊരു അത്ഭുതം തന്നെയല്ലേ? ഗർഭപാത്രത്തിലേക്ക് വീഴുന്നവനാണ് സീനിയർ മോസ്റ്റ്. ഇന്നിപ്പോ ആർക്കറിയാം എന്താ വീണത് എന്നുള്ളത്? അതാണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാത്ത കാലാണെന്ന്. ഏതായാലും ആദ്യം വീണ കുട്ടി ഹിരണ്യകശിപുവും. എന്നാൽ ഗർഭപാത്രത്തിൽ നിന്ന് ആദ്യം പുറത്തു വന്നവൻ അനുജനാണ്. പക്ഷേ പുറത്തു വന്നവൻ അനുജൻ, അകത്തുള്ളവൻ ജ്യേഷ്ഠൻ. നമ്മൾ സാധാരണ എങ്ങനെയാ പറയാ? ആദ്യം വരുന്നവൻ ജ്യേഷ്ഠനും പിന്നെ വരുന്നവൻ അനുജനാണ്. ഇവിടെ നേരെ വിപരീതമാണ്. ആദ്യം അനുജനാ വന്നത്, പിന്നെ ജ്യേഷ്ഠനാ വന്നത്. എങ്ങനെയൊക്കെ അവർ കണ്ടത് നമുക്ക് പറയാൻ പറ്റില്ലേ. ഏതായാലും ചക്രേ ഹിരണ്യകശിപുർധോഭ്യം ബ്രഹ്മപരേണ വശേ സപാലം ലോകം പ്രീണോകൂതം മൃത്യുരുദ്ധൃതാം. അതിൽ ഹിരണ്യകശിപു കഠിനമായ തപസ് ചെയ്തിട്ട്, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോണ്ടല്ലോ, ഇന്നൊക്കെയാണെങ്കിൽ സ്കാൻ ചെയ്ത് ഇങ്ങനത്തെ ടൈപ്പുകളാ വരുന്നതെന്നുണ്ടെങ്കിൽ അബോർഷൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. അന്നൊന്നും പിന്നെ അങ്ങനത്തെ ഇല്ലാത്തോണ്ടായിരിക്കാം വന്നത്. ഏതായാലും അങ്ങനെയുള്ള ആ ഹിരണ്യകശിപു കഠിനമായ തപസ് ചെയ്തിട്ട് ഗംഭീരങ്ങളായിട്ടുള്ള വരങ്ങളൊക്കെ വാങ്ങിച്ച് മൃത്യുദേവതയെ പോലും പേടിപ്പിച്ചു കളഞ്ഞു എന്നാണ്. എന്നാൽ ഹിരണ്യാക്ഷനോ അനുജസ്തസ്യ ഹിരണ്യാക്ഷോ അനുജസ്തസ്യ പ്രിയ പ്രീതികൃതന്നഹം ഗതാപാണിർദിവം യാതോ യുത്സൽ മൃഗയന്ത്രണം. അവൻ അവിടെ നിന്ന് ഗതാപാണിയായിക്കൊണ്ട് അവനും കുറെ ശക്തികളൊക്കെ ആർജിച്ചുകൊണ്ട് ദേവന്മാരെടുത്തി എന്നിട്ട് വെല്ലുവിളിച്ചു അവരൊക്കെ. ദേവന്മാരവനെ കണ്ടപ്പോ പേടിച്ച് ഭയഭീതരായിക്കൊണ്ട് അവന്റെ കാൽക്കൽ വീട് ശരണം പറഞ്ഞു ഞങ്ങളെ ഉപദ്രവിക്കരുത്. അവര് ചിലരൊക്കെ അവിടുന്ന് ഓടിപ്പോയി. സഭൈ തിരോഹിതം ദൃഷ്ട്വാ മഹസാസ്വേന ദൈത്യരാൾ സ ഇന്ദ്രാൻ ദേവഗണാൻ ക്ഷീപാൻ അപശ്യൻ വെനതൽ വൃശം. നോക്കണേ, ഇന്ദ്രാദി ദേവന്മാരൊക്കെ എത്രയോ ശക്തന്മാരായിട്ടും ഈ ഹിരണ്യാക്ഷനെ ഫേസ് ചെയ്യാൻ അവർക്കൊന്നും സാധിച്ചില്ല. അപ്പൊ ഇതൊക്കെ ഈ കഥകളൊക്കെ നോക്കുമ്പോണ്ടല്ലോ, ആസുരിക ശക്തിക്ക് പലപ്പോഴും ദൈവിക ശക്തിയേക്കാൾ ശക്തി കൂടും. ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ കാണാൻ നമുക്ക് സാധിക്കുന്നത് അല്ലേ? ഈ കുറച്ച് ആളുകളാണല്ലോ ഈ ടെററിസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് നോക്കൂ എത്ര ശക്തി ഉണ്ടെന്നുള്ളത്. നാളെ എറണാകുളത്ത് ബോംബ് വെക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ വെക്കുന്നു പറയുന്നവൻ 1, 2, 3 ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ മറ്റുള്ളവരെക്കാൾ ശക്തി അവർക്കുണ്ട്. അതെന്താ ഈ വ്യത്യാസം? അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, അവര് പറഞ്ഞത് പ്രവർത്തിക്കും, നമ്മൾ പറഞ്ഞത് പ്രവർത്തിക്കില്ല. അത്രയും വ്യത്യാസമുള്ളൂ. അവർക്ക് വെക്കും എന്ന് പറഞ്ഞാൽ അവർ വെച്ചിരിക്കും. അത്ര ക്ലിയർ ആണ്, ക്ലാരിറ്റി ഉണ്ട് അവർക്ക്. അവരത്ര ഡിഫൈൻഡ് ആണ് അതിൽ ചെയ്യുന്നുള്ള കാര്യത്തില്. അതുകൊണ്ടായിരിക്കാം ഈ അസുരന്മാരെ പേടിച്ചു പോയത് അവര്. ഏതായാലും അവൻ അവിടെ നിന്നും നേരെ പോന്നു. പിന്നെ പോകുന്നത് വരുണന്റെ ലോകത്തിലേക്കാണ്. വരുണന്റെ അടുത്ത് ചെന്നിട്ട് വെള്ളത്തിൽ കളിച്ചു നോക്കിയാണ്. വരുണന്റെ ലോകത്തിൽ ചെന്നിട്ട് വരുണനുമായി ഗതായുദ്ധത്തിന് പുറപ്പെട്ട വരുണൻ പറഞ്ഞു, എന്റെ നേരെ അടുക്കല സുഹൃത്തേ എന്ന്, എനിക്ക് നിന്നെ നേരിടാനുള്ള ശക്തിയും കഴിവൊന്നുമില്ല എന്ന്. പിന്നെ ആരാണ് നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ പറഞ്ഞു തരാമെന്ന്. അതാരാണ്? പശ്യാമി നാന്യം പുരുഷാൽ പുരാതനൽ യസ് സംയുഗേത്വം രണമാർഗ ഗോവിതം ആരാധയിഷ്യ സുരക്ഷഭേഹിതം മനസ്സിനോയം ഗൃണദേവവാദൃശ ന അന്യം പുരുഷാൽ പുരാതനൽ. ഭഗവാനിൽ നിന്നൊരന്യനായിട്ടൊരാളെ ഞാൻ കാണുന്നില്ല. അപ്പൊ നിനക്ക് ഏറ്റവും പറ്റിയൊരാള് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. വരണ നേരെ ഡൈവേർട്ട് ചെയ്ത് കൊടുത്തു ഭഗവാന്റെ അടുത്തേക്ക്. ഇപ്പൊ ഈ ഭഗവാൻ എവിടെ കാണാ, ഹരിയെ എവിടെ കാണാ? അപ്പോഴാണ് പാവം നാരദമഹർഷി, നാരായണ നാരായണ. നാരദമഹർഷി വേണ്ട സ്ഥലത്തൊക്കെ വേണ്ടതുപോലെ എത്തിക്കോളൂ അദ്ദേഹം. അപ്പൊ ഇച്ചങ്ങാതി നേരെ നാരദന്റെ അടുത്തേക്കാ പോണത്. നാരദമഹർഷി പറഞ്ഞു, എന്റെ അടുത്തേക്ക് വരേണ്ട സുഹൃത്തേന്ന്. പാവത്തിന്റെ കയ്യിൽ വീണയുള്ളൂ. നിനക്ക് പറ്റിയ വാർത്തയെ ഞാൻ പറഞ്ഞുതരാണ്. ആരാണ്? ദേ പോകുന്നു കണ്ടില്ലേ ഒരാള് കൊമ്പിന്റെ മുകളിൽ ഭൂമിയായിട്ട്. ഈ കഥയൊക്കെ പറയുമ്പോ ചോദ്യങ്ങളുണ്ട്. അപ്പൊ നാരദർ എവിടെയാ? വെള്ളത്തിലാന്ന് പറഞ്ഞാൽ സമ്മതിക്കുവോ? വെള്ളത്തിലൊരാള് പോകുമ്പോൾ മുകളിലും താഴെയും വെള്ളമാകുമ്പോൾ വർത്തമാനം പറയാൻ പറ്റുമോ? വേണമെങ്കിൽ തെളിയിച്ചു തരാം. നിങ്ങളിത് വെള്ളത്തിലിട്ട് മുക്കിയിട്ട് 2 ഡയലോഗ് അടിക്കാൻ പറഞ്ഞു നോക്കൂ. വെള്ളത്തിന്റെ ഉള്ളിൽ ഇത് കൊണ്ടുപോയിട്ട് നിങ്ങളോട് എന്താ സുഖം തന്നെയല്ലേ പറയാൻ പറ്റുമല്ലോ? ഇത് ഓടുന്ന്
ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ കഥാരൂപത്തിൽ മാത്രമേ മനസ്സിലാക്കാവൂ. അതിൽ കൂടുതലൊന്നും നിങ്ങൾ മനസ്സിലാക്കരുത്. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അവിടുന്ന് ഭഗവാൻ വരണു. ഭഗവാൻ ഇപ്പൊ എവിടെയായിരിക്കുന്നത്? ഭഗവാൻ വരാഹരൂപം എവിടെയപ്പോ ഇരിക്കുന്നത്? വെള്ളത്തിലാണ്. ഇനി ഇവർ ഡയലോഗ് നടത്തുന്നതും ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്, വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് ഡയലോഗ് നടത്താൻ പറ്റുന്നു. ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ ഉള്ളിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അവന്റെ വായ വിളിക്കാൻ അവന് പറ്റില്ല. വായ വിളിച്ചാൽ പിന്നെ ഡയലോഗല്ല വരിക, വായയുടെ ഉള്ളിലേക്ക് വെള്ളല്ലേ പോവുക. അതായത് അവിടെ ഭയങ്കര ഡയലോഗാണ്. അവനത് കണ്ടതും ഭഗവാനെ ചീത്ത വിളിക്കുകയാണ് അവൻ. ജഹാസ ചാഹോ വനഗോചരോ മൃഗ, കാട്ടുമൃഗമേ അവിടെ വെക്കടാണ്, അവിടെ നിൽക്കടാന്നൊക്കെ ഭഗവാനോട്. അഹൈനമഹ്യൈന മഹിം വിമുഞ്ചനോ രസൗഹസാം വിശ്വസൃജേയമർപ്പിത നസ്വസ്തിയാസിന്നമേക്ഷത സുരാതമാസാദിത സൂകരാകൃതേ. പന്നിയുടെ രൂപമെടുത്തവനെ, നീ മൂഢ, അങ്ങനെയൊക്കെയാ ഭഗവാനെ വിളിക്കുക. ആഹ ഏനം, അജ്ഞ വിമുഞ്ച, അതവിടെ ഭൂമിയെ താഴെ ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് ബ്രഹ്മാവ് തന്നിരിക്കുന്നതാണ്. ത്വം നസ്സഭഗ്നീരഭവായ കിംഭൃതോ യോമായ ഹന്ത്യസുരൻ പരോക്ഷജിൽ ത്വാം യോഗമായ ബലമൽപപൗരുഷം സംസ്ഥാപ്യമൂഢ പ്രമജേ സുകൾ സുജ. നീ എന്റെ ബന്ധുക്കളെയൊക്കെ കൊന്ന് ദേവന്മാർക്ക് പ്രിയം ചെയ്തവനല്ലേ, നിന്റെ രക്തമെടുത്ത് ഞാൻ അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കുന്നുണ്ട്, നിന്റെ തലയ്ക്കടിച്ചിട്ട് നിന്നെ ശരിയാക്കുന്നുണ്ട്. ഇതൊക്കെ എവിടുന്നാ പറയുന്നത്? വെള്ളത്തിൽ നിന്നിട്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ അവനോട് ഉത്തരം പറയാണ്. സത്യം വയംഭൂ വനഗോചരാമൃഗ യുഷ്മൽ വിധാൻ മൃഗയേ ഗ്രാമസിംഹൻ മൃത്യുവാശേ പ്രതിമുക്തസ്യ വീര വികഥനം തവ ഗൃണ്ണന്ധ്യഭദ്ര. ഭഗവാൻ ആരാണ്? ഭഗവാൻ ഇവിടെ ആരാണ്? പന്നി വർത്തമാനം പറയോ? എനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ചോദ്യങ്ങളൊക്കെ വരും. ഭഗവാൻ ഈ പന്നിക്കും മനുഷ്യനെ പോലെ വർത്തമാനം പറയാൻ പറ്റുമോ? എന്നാൽ ഇവിടെ വർത്തമാനമൊക്കെ പറയാണ് ഭഗവാൻ. പറയാണ്, നിന്നെപ്പോലെ ചില കാട്ടുമൃഗങ്ങളെ, ഗ്രാമസിംഹാൻ, പട്ടികളെ കൊല്ലാൻ വന്നവനാടാ ഞാൻ. അപ്പോഴേക്കും ഭൂമിദേവിക്ക് പേടിയായി ഇവര് തമ്മിൽ കൊല്ലാൻ നിൽക്കുമെന്ന്. അപ്പൊ ഭൂമിദേവിയോട് ഭഗവാൻ പറഞ്ഞു, ദേവി വിഷമിക്കേണ്ട, ഞാൻ യഥാസ്ഥാനത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ഭഗവാൻ ആ ഭൂമിദേവി അതിന്റെ സ്ഥാനത്ത് കൊണ്ടുവച്ച് പിന്നെ ഈ ഹിരണ്യാക്ഷനുമായി ഘോര യുദ്ധം ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ആദ്യം ഗദ കൊണ്ട് യുദ്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് അവസാനം ഭഗവാൻ അവന്റെ ഗദയെ തട്ടിത്തെറിപ്പിക്കും. അവൻ വീണ്ടും ഗദയായിട്ട് വരും, ഭഗവാനെ ആഞ്ഞടിക്കാൻ നോക്കും, ഭഗവാൻ അവനെ ഗദ പിടിച്ചു കളയും. പിന്നെ ഭഗവാൻ തന്നെ അവന് ഗദ കൊടുക്കും. അവൻ പറഞ്ഞു ഗദയൊന്നും വേണ്ടാന്ന്. പിന്നെ അങ്ങനെ ഭയങ്കര യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ വാച്ച് നോക്കിണ്ടാവും ബ്രഹ്മാവ്. സന്ധ്യയാണ്, സന്ധ്യ ആയി കഴിഞ്ഞ ഒരു കുഴപ്പമുണ്ടത്രേ. അസുരന്മാർക്കൊക്കെ ശക്തി കൂടുന്നാ പറയുന്നത്. ചിലർക്കുണ്ടല്ലോ സന്ധ്യാമം, അത് നമ്മുടെ നാട്ടിലുണ്ട്. ചിലർക്ക് സന്ധ്യാമം ശക്തി കൂടും, അവർക്ക് ചിലത് അകത്ത് ചെല്ലണമെന്ന് മാത്രം, അങ്ങനെയുള്ളവരുണ്ട്. ഏതായാലും ഇവിടെ അസുരന്മാർക്ക് സന്ധ്യയാകുമ്പോൾ ശക്തി കൂടും. അതുകൊണ്ട് ഭഗവാനെ ഇനി അധികം കാത്തു നിൽക്കരുതേ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ അവിടുന്ന് വീണ്ടും ഘോരമായ യുദ്ധം ചെയ്തുകൊണ്ട് ഇക്തിപ്ത സദാഭൂയത്താടയൻ വെനതൽ വൃശം, അവനുമായി ഘോര യുദ്ധം ചെയ്തുകൊണ്ട് പിന്നീട് ഭഗവാൻ അവനെ വധിക്കുകയാണ്. പറയുന്നു, സാഹദോ വിശ്വജിതാഹ്യവജ്ഞയാ പരിഭ്രമൽ ഘാത്രൗദസ്ഥലോചന വിശീർണ ബാഹും കൃശിരോരുഹോപതൽ യഥാ നഗേന്ദ്രോ ലുളിതോ നവസദാം. ഭഗവാൻ അവിടെ വെച്ചിട്ട് നല്ല ശക്തിയിൽ അവന്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചുകൊണ്ട് വിശീർണ ബാഹും കൃശിരോരുഹോ പതൽ, അവന്റെ തലയടിച്ച് പൊളിച്ചുകൊണ്ട് ഭഗവാൻ അവനെ കൊന്നുകളഞ്ഞു. ഭഗവാൻ അപതൽ, അവൻ അങ്ങനെ വീണു എന്ന് പറയണം. അപ്പോഴേക്കും ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു, ഭഗവാനെ സ്തുതിച്ചു. ആ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു, നമോ നമസ്തേ ഗിലയജ്ഞദന്തവേ സ്ഥിതോ ഗൃഹീതാമലസത്വമൂർത്തേ ദൃഷ്ട്യാഹതോയം ജഗദാമരുന്ദതാം ത്വൽപാദഭക്ത്യാ വയമീശ നിർവൃതാം. അവിടുത്തെ ഭഗവാനെ, ഈ ലീല കൊണ്ട് ഞങ്ങളൊക്കെ സന്തുഷ്ടരായി, യജ്ഞസ്വരൂപനായ അങ്ങയ്ക്ക് ഞങ്ങളുടെ നമസ്കാരം എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്നും ഭഗവാൻ പോകുന്നു. ഇപ്രകാരം ഈ ലീല പറഞ്ഞ് ഉപസമരിപ്പിച്ചുകൊണ്ട് പറയാണ്, യോ വൈ ഹിരണ്യാക്ഷവദം മഹാത്ഭുതം വിക്രീഡിതം കാരണസൂകരാത്മനാ ശൃണോതി ഗായതി അനുമോദതേജസാം വിമുച്യതേ ബ്രഹ്മവദാദവിദ്വിജാം ഏതന്മഹാപുണ്യമലം പവിത്രം ധന്യം യശസ്യം പദമായുരാശിഷം പ്രാണേന്ദ്രിയാണം യുതി ശൗര്യവർദ്ധനം നാരായണോന്തേ ഗതിരംഗ ശൃണ്ണതം. ഇപ്രകാരം ആരാണോ ഇത് കേൾക്കുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ബ്രഹ്മവദാത് വലിയ ഘോരപാപം ചെയ്തവനാണെങ്കിലും ശരി, വിമുച്യതേ, അവൻ ആ പാപത്തിൽ നിന്ന് മുക്തനായി തീരും. ജീവിതം ധന്യമാക്കാൻ, യശസ്യമാക്കാൻ, ഈ നാരായണ പ്രേമം ഉറയ്ക്കാൻ ഈ ഒരു ലീല നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉപസംഹരിപ്പിച്ചു ഈ ലീല. ഇതിനെയാണ് വരാഹാവതാരം എന്നും ഹിരണ്യാക്ഷവധം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനൊന്ന് മനസ്സിലാക്കണം, എന്താണ് വരാഹാവതാരം. ഞാൻ പറഞ്ഞു, ഈ വരാഹത്തിന്റെ പേര് യജ്ഞവരാഹം. യജ്ഞം എന്നുള്ളതൊക്കെ നമ്മൾ വിസ്തരിച്ചു, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടായ
പ്രവർത്തനത്തിലൂടെയാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. എടുക്കുകയും കൊടുക്കുകയും. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ ജീവിക്കാൻ പഠിക്കണം. എടുക്കുകയും കൊടുക്കുകയും. അപ്രകാരം എടുക്കുക കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, മനസ്സുകൊണ്ട് പോലും നമ്മൾ എടുക്കാനും കൊടുക്കാനും പഠിക്കണം. നമ്മളത് മനസ്സിൽ എടുത്തു വെക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മനസ്സിന് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നാം കൂടുതലായിട്ട് മനസ്സിലൊന്ന് എടുത്തു വെച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണാക്കും. അപ്പൊ നമുക്ക് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാനും സാധിക്കണം, കൊടുക്കേണ്ടത് കൊടുക്കാനും സാധിക്കണം. അവസാനം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് ആരെയിരിക്കണം? ക്രമേണ 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 ഭഗവാനെയാണ്. എന്തിനാ ഭഗവാനെ നമ്മൾ സ്വീകരിക്കേണ്ടത്? കാരണം മനസ്സ് വന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നല്ല, മറ്റുള്ളവരിൽ നിന്നല്ല. മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. ഈ നിമിഷം മനസ്സിനെ ഇവിടെ നിലനിർത്തുന്നത് അച്ഛനാണോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിനെ നിങ്ങളിൽ നിലനിർത്തുന്നത് നിങ്ങളുടെ അച്ഛനാണോ? ആണോ? നിങ്ങളുടെ അമ്മയാണോ? നിങ്ങളുടെ ഭാര്യയാണോ? നിങ്ങളുടെ ഭർത്താവാണോ? നിങ്ങളുടെ മക്കളാണോ? നിങ്ങളുടെ വീടാണോ? നിങ്ങളുടെ പണമാണോ? നിങ്ങളുടെ കുലമാണോ? നിങ്ങളുടെ അറിവാണോ? നിങ്ങളുടെ കഴിവാണോ? നിങ്ങളുടെ SBI ഡിപ്പോസിറ്റ് ആണോ? ആണോ? ഒന്നുമല്ല. പിന്നെ ആരാ നിങ്ങളുടെ മനസ്സിനെ ഈ നിമിഷം ഇവിടെ നിലനിർത്തുന്നത്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഈശ്വര ചൈതന്യമാണ്. അത് തന്നെയാണ് ഭഗവാനെങ്കിൽ നമ്മുടെ മനസ്സ് അതിൽ നിന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ മനസ്സിനെ ക്രമേണ ക്രമേണ കൊണ്ടുപോകേണ്ടതും ഭഗവാനിലേക്കാണ്. അപ്പൊ ബാക്കിയെല്ലാം ക്രമേണ ക്രമേണ വിട്ടുകൊണ്ട് ഭഗവാനിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ക്രമേണ സ്വസ്ഥമാവില്ലേ, ശാന്തമാവില്ലേ? ഈ തരത്തിലുള്ള ഒരു യജ്ഞഭാവനയോടുകൂടി ജീവിക്കണം. അതാണ് എന്താണ് വരാഹ അവതാരം എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് കഥയിലേക്ക് നോക്കാം. ഇവിടെ 3 കാര്യങ്ങളാണ്. 1 വരാഹം, 2 ഭൂമി, 3 ഹിരണ്യാക്ഷൻ. ഈ 3 പേരും. ഹിരണ്യാക്ഷൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹിരണ്യം എന്നുള്ള സംസ്കൃത പദത്തിന് അർത്ഥം സ്വർണം എന്നാണ്. സ്വർണം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നമ്മൾ സമ്പത്ത് എന്നെടുക്കണം. സമ്പത്ത്. അന്നത്തെ കാലത്ത് സ്വർണം ഒരു സമ്പത്താണ്, ഇന്നും സ്വർണം ഒരു സമ്പത്താണ്. അതുകൊണ്ട് നമ്മൾ സ്വർണത്തിനെ പൊതുവെയുള്ള സമ്പത്ത് എന്നർത്ഥെടുക്കണം. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണുകൾ എന്നർത്ഥം. അപ്പൊ ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അർത്ഥം? സ്വർണത്തിൽ കണ്ണു വെച്ചവൻ. അങ്ങനെ അർത്ഥെടുത്ത വലിയ അപകടം. അപ്പൊ സ്വർണം എന്നുള്ളതിന് നമ്മൾ മൊത്തത്തിൽ അർത്ഥെടുക്കേണ്ടത് സമ്പത്ത്. സമ്പത്തിൽ കണ്ണുവെച്ചിരിക്കുന്നവൻ എന്ന് വെച്ചാൽ സമ്പത്ത്, ഭൗതികമായ സമ്പത്താണ് ജീവിതത്തിന്റെ സുഖം എന്ന് കരുതി ജീവിക്കുന്നവരെയാണ് ഹിരണ്യാക്ഷന്മാര് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വാർത്ഥന്മാരാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന സ്വാർത്ഥമതികള്. എന്റെ സുഖം ഇതിൽ നിന്നാണ്, എന്റെ സുഖം ഇവരിൽ നിന്നാണ്. അപ്പൊ സുഖത്തിന് വേണ്ടി വസ്തുക്കളെയും വ്യക്തികളെയും ആശ്രയിക്കുന്നവരൊക്കെ ഹിരണ്യാക്ഷന്മാരാണ്. മനസ്സിലായോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? തന്റെ സുഖത്തിന് വേണ്ടി വസ്തുക്കളെയും വ്യക്തികളെയും ആശ്രയിക്കുന്നവരെയാണ് ഹിരണ്യാക്ഷന്മാരെന്ന് പറയുന്നത്. അവര് ഭൂമിയെ അടക്കി വെക്കും. എവിടെയെന്നറിയോ? രസലോകത്തിൽ. ഭൂമിയെ കൊണ്ടുപോയത്, ഭൂമി എവിടുന്നാ കൊണ്ടുവരുന്നത്? കഥയിൽ നോക്കുമ്പോൾ രസലോകം എന്നാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സെന്നാണ് അർത്ഥം. അപ്പൊ ഭൂമിയെ രസലോകത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മനസ്സിനെ രസങ്ങൾ അനുഭവിപ്പിച്ചു തരുന്ന ഇന്ദ്രിയങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോയി. ഏത് രസവും ഇപ്പോ അനുഭവിക്കാൻ നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ സാധിക്കുകയുള്ളൂ. കണ്ണിലൂടെ കണ്ടാസ്വദിക്കാം, ചെവിയിലൂടെ കേട്ടാസ്വദിക്കാം, നാവിലൂടെ രുചിച്ചാസ്വദിക്കാം, ഇല്ലേ? മൂക്കിലൂടെ മണത്താസ്വദിക്കാം, ലൈംഗികമായിട്ട് ആസ്വദിക്കാം. ഇങ്ങനെ നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ സുഖം അനുഭവിക്കാൻ സാധിക്കും. ആരുടെ മനസ്സാണോ ഇന്ദ്രിയങ്ങളിൽ മാത്രം ഒട്ടി നിന്ന് സുഖം അനുഭവിക്കുന്നത് അവരുടെ പേരാണ് ഹിരണ്യാക്ഷന്മാർ. അപ്പം അവരുടെ ഈ അസുരന്മാരുടെ മനസ്സ് എവിടെയായിരിക്കും? കൂടുതൽ ഇന്ദ്രിയങ്ങളിലായിരിക്കും. അവിടെ നിന്നും വരാഹരൂപമായ ഭഗവാൻ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു രസലോകത്തിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ഇന്ദ്രിയങ്ങളിൽ ഒട്ടി നിൽക്കുന്ന മനസ്സിനെ യജ്ഞഭാവനയാകുന്ന വരാഹരൂപം കൊണ്ട് ഇന്ദ്രിയ ലോകത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരണം എന്ന്. അപ്പൊ ഭഗവാൻ വരാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞഭാവന. ആ വരാഹം എന്നുള്ള ശബ്ദം തന്നെ നോക്കൂ നിങ്ങൾ. അഹം വരാൻ, അങ്ങനെയാണ് ആ ശബ്ദം വരുന്നത്. അഹം എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ ഈ അഹം 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 എന്നുള്ള ശബ്ദത്തിന് ഭഗവാൻ ഭഗവാൻ എന്ന് അർത്ഥമെടുത്തോളണം. നിങ്ങൾ ചതുശ്ലോകി ഭാഗവതം വായിക്കുമ്പോണ്ടല്ലോ അവിടെ തുടങ്ങുന്നത് അഹം ഏവാസമേവാഗ്രേ, അങ്ങനെയാണല്ലോ ഭഗവാൻ തുടങ്ങുന്നത്. അപ്പൊ അഹം എന്നുള്ള ശബ്ദത്തിന് ഭഗവാൻ എന്നാണെങ്കിൽ വരാഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും വരിക്കേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ്. അപ്പൊ ഭഗവാനെ വരിക്കുന്നവര്, അതായത് ഭഗവാനിലേക്കാണ് ഉയരേണ്ടത് എന്ന വ്യക്തമായ അറിവുള്ളവര് യജ്ഞഭാവന കൊണ്ട് മനസ്സിനെ ഇന്ദ്രിയ ലോകത്തിൽ നിന്നും ഉയർത്താൻ നമുക്ക് സാധിക്കണം.
ഒന്നുകൂടി വ്യക്തമാക്കാം. മനസ്സ് ശരീരത്തോട് ഒട്ടി നിന്നാൽ എന്താ കുഴപ്പം? ഇന്ദ്രിയ ലോകത്തിൽ മാത്രം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ ഈ ശരീരം ചതിച്ചു കളയും. എങ്ങനെ ശരീരം ചതിക്കുക? കാരണം ശരീരം എന്ന് പറയുന്നത് കാലത്തിന് വിധേയമാണ്. കാലത്തിന് വിധേയമായ ശരീരത്തിന് കാലം വിളിച്ചാൽ പോവേണ്ടി വരും. അപ്പൊ കാലം വിളിക്കുന്ന സമയത്ത് ശരീരം പോകുമ്പോ അതിനോടൊട്ടി നിൽക്കുന്ന മനസ്സ് അതിൽ നിന്നും വിട്ടുപോവില്ല. അപ്പൊ പിന്നെ വേദനാത്മകമായി ഇവിടുന്ന് പോവേണ്ടി വരും. ശരീരത്തോടൊട്ടിപ്പിടിച്ച മനസ്സ് ശരീരം പോയാലും വീണ്ടും അതിന് പ്രയാണം ചെയ്യേണ്ടതുണ്ട്. എത്ര കാലം പ്രയാണം ചെയ്യേണ്ടതുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതിയുടെ നിയമം എന്താണ്? ഏതിൽ നിന്ന് പുറപ്പെട്ടുവോ അത് അതിലേക്ക് എത്തിച്ചേരുന്നത് വരെ യാത്ര ചെയ്യണം. രക്ഷപ്പെടാൻ വഴിയില്ല. അപ്പൊ വീണ്ടും നമ്മള് പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം. വീണ്ടും ജനിക്കണം, വീണ്ടും മരിക്കണം. എത്ര കാലം ജനിക്കണം, എത്ര കാലം മരിക്കണം? എവിടുന്ന് പുറപ്പെട്ടുവോ അവിടെ എത്തിച്ചേരുന്നത് വരെ. അപ്പൊ ക്രമേണ നമ്മുടെ മനസ്സിനെ ഇന്ദ്രിയങ്ങളുടെ ലോകത്തിൽ നിന്നും നമ്മൾ ഉയർത്തണം. അതെന്താ? ഇന്ദ്രിയങ്ങൾ ഓരോ വ്യക്തിയും ജനിച്ചു വരുമ്പോ തന്നെ അവൻ ചില സംസ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. പരിപൂർണമായി നമ്മുടെ ഒന്നും സംസ്കാരം ആരുടേതല്ല, അച്ഛനമ്മമാരുടേതല്ല. കുറെ സംസ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ നമ്മൾ അച്ഛനമ്മമാരിൽ നിന്നും ചില സംസ്കാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സമൂഹത്തിൽ നിന്നും കുറെ സംസ്കാരം കണ്ടുപിടിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ളതും അച്ഛനമ്മമാരിൽ നിന്ന് കാണുന്നതും സമൂഹത്തിൽ നിന്നൊക്കെ കാണുന്നത്, ഇതിനെ നമ്മൾ പൊതുവെ പറയേണ്ടത് വ്യാവഹാരിക സംസ്കാരം എന്നാണ്. എന്താ വിളിക്കുക? വ്യാവഹാരിക സംസ്കാരം, അല്ലെങ്കിൽ ഒരു സാമൂഹിക സംസ്കാരം. എന്താ ഈ വ്യാവഹാരിക സംസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം? ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ സമൂഹത്തിൽ ചില വൈവിധ്യങ്ങളുണ്ട്, വ്യത്യസ്തതകളുണ്ട്. ഈ വൈവിധ്യങ്ങളെയാണ് നമ്മളെ ശരിയാണെന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നാം കാണുന്ന ഈ വൈവിധ്യങ്ങളെല്ലാം, വ്യത്യസ്തങ്ങളൊക്കെ ഇങ്ങനെ വേണം നമ്മൾ ലോകത്തിൽ ജീവിക്കാൻ എന്ന് വെച്ചുകൊണ്ടാണ്, നമ്മൾ ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്നത് വ്യാവഹാരിക സത്യം മാത്രമേ ഉള്ളൂ. നാം ഇതിന്റെ പിന്നിലൊരു പാരമാർത്ഥിക സത്യത്തെ നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. ഏത് സത്യത്തിന്റെ പിന്നിലും ഒരു വ്യാവഹാരികതയുമുണ്ട്, ആ സത്യത്തിന്റെ പിന്നിലൊരു പാരമാർത്ഥികതയുമുണ്ട്. എളുപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം സ്വർണ്ണാഭരണം തന്നെ എടുക്കുക. അപ്പൊ സ്വർണ്ണാഭരണം നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആഭരണങ്ങളൊക്കെ വ്യാവഹാരിക സത്യങ്ങളാണ്. കമലുണ്ട്, വളയുണ്ട്, മാലയുണ്ട്, അരഞ്ഞാണമുണ്ട്, കാലിലിടുന്ന പാദസരമുണ്ട്, തലയെക്കുത്തിയുണ്ട്, മൂക്കുത്തിയുണ്ട്, എന്തെല്ലാം കുത്തികളുണ്ടോ അതൊക്കെ ഉണ്ട്. ഇതൊക്കെ വ്യാവഹാരികങ്ങളായിട്ട് സത്യങ്ങളാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നാൽ ഈ സത്യം മാത്രമാണോ അതിലുള്ളത്? മറ്റൊരു സത്യം കൂടിയുണ്ടല്ലോ. ഏത്? സ്വർണം എന്നൊരു സത്യമുണ്ട്. ആ സത്യത്തിനെ വിളിക്കേണ്ടത് പാരമാർത്ഥിക സത്യം. ഇതുപോലെ നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അച്ഛന്റെ സഹോദരിയുണ്ട്, വലിയമ്മയുണ്ട്, ചെറിയമ്മയുണ്ട്, ജ്യേഷ്ഠത്തിയുണ്ട്, അനിയത്തിയുണ്ട്, ബന്ധുക്കളുണ്ട്, ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട്. അയൽവാസികളുണ്ട്, പല മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ജാതി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. വ്യാവഹാരികത്തിൽ ഇതൊക്കെ ഉണ്ട്. ഈ വ്യാവഹാരികത്തിന്റെ പിന്നിലും എന്തുണ്ടാവണം? ഒരു പാരമാർത്ഥികം ഉണ്ടാവണം. എന്നാൽ നമ്മളാരും ഈ പാരമാർത്ഥികം മനസ്സിലാക്കിയിട്ടല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഭേദബുദ്ധിയാണ്. നമുക്കൊക്കെ ഉള്ള ബുദ്ധി ഭേദബുദ്ധിയാണ്. നമ്മൾ അങ്ങനെയാണ് വളർത്തിയെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഭേദബുദ്ധിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു സംസ്കാരമുണ്ടല്ലോ. അത് ഏത് സംസ്കാരമാണ്? ചിലയിടത്തൊക്കെ നമുക്ക് തോന്നും നമ്മൾ ശ്രേഷ്ഠന്മാരാണെന്ന്, ചിലയിടത്തൊക്കെ നമുക്ക് തോന്നും മറ്റുള്ളവരെക്കാളും നമ്മൾ താഴ്ന്നവരാണ്. അങ്ങനെ നമ്മളിൽ രണ്ട് കോംപ്ലക്സുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഏത് കോംപ്ലക്സ്? ഹൗസിംഗ് കോംപ്ലക്സുകളല്ല. ഇതിനെ പറയും, ഒന്നുകിൽ നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ സുപ്പീരിയോറിറ്റി. ചിലരുടെ മുന്നിൽ നമുക്ക് കേമന്മാരാണെന്ന് തോന്നുമ്പോൾ നമ്മൾ വലിയവരാണെന്നൊരു ബോധം നമുക്ക് തോന്നും, ഒരു അഭിമാനം. ചിലരുടെ മുന്നിൽ നമ്മൾ താഴ്ന്നവരാണെന്ന ബോധം. ഇങ്ങനെയാണ് എല്ലാ വ്യക്തികളും, ഏത് വ്യക്തിയുടെ ഉള്ളിലും ഇതുണ്ട്. ഈ താഴ്ന്നതും ഉയർന്നതുമായിട്ടുള്ള ചിന്തകൾ ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഇനി ഒരാൾ എക്സെപ്ഷൻ ഒന്നുമില്ല. അപ്പോ ഇങ്ങനെ നമ്മൾ വളർന്നു വരുമ്പോ പൊതുവെ നമുക്ക് പലപ്പോഴും ഉണ്ടല്ലോ, നാം കേമന്മാരാണെന്ന് തോന്നുമ്പോൾ, മറ്റൊരാൾ താഴ്ന്നവനാണെന്ന് തോന്നുമ്പോൾ നാം അറിയാതെ മറ്റൊരാളെ എന്ത് ചെയ്തേക്കാൻ, ചിലപ്പം നിന്ദിക്കാൻ ഇടവന്നേക്കാം.
നാം മറ്റൊരാളെ നിന്ദിക്കാനിട വന്നേക്കാം. അപ്പൊ അങ്ങനെ മറ്റൊരാളെ നാം നിന്ദിക്കുകയും അതുപോലെ നാം മറ്റൊരാളോട് കൂടുതൽ ഒരു ഭയഭക്തിയൊക്കെ കാണിക്കുകയും ചെയ്യുമ്പോണ്ടല്ലോ, വാസ്തവത്തിൽ നാം ഉയരുകയല്ല ചെയ്യുന്നത്, നാം നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നാം വളരുന്നില്ല ഇതിൽ നിന്ന് നമ്മൾ വളരണമെങ്കിൽ നാം പാരമാർത്ഥികതയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കാൻ പഠിക്കണം. അതിനെയാണ് അഭേദബുദ്ധി എന്ന് പറയുക. രണ്ടു തരം ബുദ്ധികളുണ്ട്, ഒന്ന് ഭേദബുദ്ധിയും അഭേദബുദ്ധിയും. ഇത് ശരിക്കും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോണേ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാണ് ഇത് എന്താന്നുള്ളത്. പ്രകൃതിയില് വൈവിധ്യങ്ങളുണ്ട്. ദർ ഇസ് ഡിഫറൻസ് ഇൻ ദ നേച്ചർ. ഡിഫറൻസ് ഈസ് ദ പാർട്ട് ഓഫ് ദി നേച്ചർ, ദാറ്റ് യു കാൻ ചേഞ്ച് ഇറ്റ്. അത് പ്രകൃതിയുടെ നിയമമാണ്. പക്ഷേ അതിൽ ഡിഫറൻസിയേഷൻ, ആ വൈവിധ്യങ്ങളിൽ നമ്മൾ നല്ലതെന്നും ചീത്തതെന്നും ഉയർന്നതെന്നും താഴ്ന്നതെന്നും ഇതൊക്കെ വെക്കുന്നത് ആരുടെ ബുദ്ധിയാണ്? ഇവര് നല്ലവര്, ഇവര് ചീത്തത്, ഇത് വെക്കുന്നത് ആരാണ്? അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഭേദബുദ്ധി കൊണ്ടാണ് നമ്മൾ വെക്കുന്നത്. ഇവരെന്റെ ആളുകൾ, ഇവരെന്റെ ആളുകളല്ലാത്തവര്. ഇങ്ങനെ നമ്മൾ വേർതിരിക്കുമ്പോണ്ടല്ലോ നമ്മൾ പാരമാർത്ഥിക സത്യത്തിൽ നിന്നും അകന്നു പോകുന്നു. അപ്പം ഭഗവാൻ പറയാണ്, നമ്മളോട് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, പാരമാർത്ഥികതയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അതെന്താ ഈ പാരമാർത്ഥിയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ? അഭേദബുദ്ധിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഉറപ്പിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാരതീയ ആധ്യാത്മിക സംസ്കാരം എന്ന് പറയുന്നത്, ഭാരതീയ മതം എന്ന് പറയുന്നത്, ഹിന്ദു മതം എന്ന് പറയുന്നത്, അതിന്റെ പേരെന്താണെന്നറിയോ? അദ്വൈത മതം എന്നാണ്. അതിന്റെ പേര് അദ്വൈതം എന്നാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അർത്ഥം മനസ്സിലാവുമല്ലോ. അവിടെ എന്തില്ല? രണ്ട് ഇല്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു മതമാണ് അദ്വൈത മതം. അപ്പൊ എല്ലാം ഒന്ന് തന്നെയാണെന്ന്. അല്ല സ്വാമി, എല്ലാം എങ്ങനെയാ ഒന്നാവുക? ഉദാഹരണത്തിന്, അമ്മയും പെണ്ണാണ്, ഭാര്യയും പെണ്ണാണ്, സഹോദരിയും പെണ്ണാണ്, സഹോദരിയുടെ അനിയത്തിയും പെണ്ണാണ്, എല്ലാവരും പെണ്ണ്, ബന്ധുക്കളൊക്കെ അങ്ങനെയുള്ള ഇവരൊക്കെ ബന്ധുക്കൾ, സ്ത്രീകളാണ് വിചാരിക്കുക. ഇവരൊക്കെ അദ്വൈതം എന്ന് പറഞ്ഞിട്ട് ഇവരോടൊക്കെ ഒരേ രീതി പെരുമാറാൻ പറ്റുമോ? ഭാര്യയോട് പെരുമാറുന്ന പോലെ മറ്റൊരാളോട് പെരുമാറാൻ പറ്റുമോ? അപ്പൊ നമുക്ക് അദ്വൈതം എന്ന് പറയുന്നത് എങ്ങനെയാ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? എവിടെയോ ചില പ്രശ്നങ്ങളുണ്ടല്ലോ അതില്. പുലിയും പശുവും ഒക്കെ ഒന്നാവുമോ? പാമ്പും തവളയും ഒക്കെ ഒന്നാവുമോ? ഇല്ല. പിന്നെ എവിടെയാണത് ഒന്നാക്കി എടുക്കേണ്ടത്? ഭഗവാൻ പറയുന്നു, ഭാവനയിൽ മാറ്റിയാൽ മതി എന്നാണ്. കണ്ണിൽ മാറ്റേണ്ട ആവശ്യമില്ല. എവിടെ മാറ്റിയാൽ മതി? കണ്ണിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. നിങ്ങളെല്ലാം ഒന്നാണെന്നാണ് കണ്ടു കഴിഞ്ഞാൽ സാധ്യമല്ലത്. കണ്ണിലൊരിക്കലും മാറ്റം വരില്ല. ഉപനിഷത്തിൽ ഈശാവാസ്യ ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. അതിലൊരു മന്ത്രം പറയുന്നത് ഇങ്ങനെയാണ്: ഏതു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ. യഹ ആരാണോ സർവഭൂതാനി എല്ലാ ഭൂതങ്ങളിലും ആത്മനി ഏവ അനുപശ്യതി. ആരെ കാണണം? കുറെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറയുന്നത്. സർവഭൂതങ്ങളിലും ആരാണോ ഭഗവാനെ കാണുന്നത് അവൻ ന വിജുഗുപ്സതേ, ആരെയും വിജുഗുപ്സ ചെയ്യില്ല, നിന്ദിക്കയില്ല. അപ്പൊ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഒരുപോലെ കാണണമെന്നല്ല പറയുന്നത്. എല്ലാവരിലും ഒരേ ഭഗവാനാണ് ഇരിക്കുന്നതെന്ന ബോധത്തോടുകൂടി ആരെയും നമ്മള് അപ്പൊ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? നമ്മുടെ ഭാവനയിൽ മാറ്റം വരുത്തണം, പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണം. ഇത്രയേ വേണ്ടു. നമ്മൾ ആരെയും ഇവിടെ അപമാനിക്കേണ്ട, വേദനിപ്പിക്കേണ്ട, നിന്ദിക്കേണ്ട ആവശ്യമില്ല. ഇനി നോക്കൂ, ഈ ലോകത്തിലുള്ള സകല പ്രശ്നങ്ങളും തുടങ്ങുന്നത് മനുഷ്യന്റെ വാക്കുകളിലൂടെയാണ്. സംസാരിക്കാനുള്ള ഒരു കഴിവ് ലോകത്തിൽ ആർക്കും ഇല്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. വീട്ടിലൊക്കെ എത്ര ശാന്തി സമാധാനാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, അങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാവരും ആംഗ്യഭാഷയിൽ കൂടെ സംസാരിക്കായിരുന്നു. മാക്സിമം പോയി എങ്ങനെ കാണിക്കായിരിക്കും. എന്നാലും വാക്കുകളിലൂടെ വലിയ അപകടമില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഭാഷ വന്നതിന് ശേഷമാണ്, ഈ സംസാരിക്കാനുള്ള കഴിവ് വന്നതിന് ശേഷമാണ് മനുഷ്യന് സകല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. എല്ലാ പ്രശ്നങ്ങളും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അല്ലേ? ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ മാറ്റം വരുത്തണം? ഭാവനയിലും മാറ്റം വരുത്തണം, സ്വഭാവത്തിലും മാറ്റം വരുത്തണം. നമുക്ക് ഓരോ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ വേഗം മനസ്സിലാവും. രാമായണത്തിലൂടെ കടന്നു പോകുമ്പം അവിടെ നിങ്ങൾക്ക് കാണാം, സീതാദേവി വാക്കുകളിലൂടെ ലക്ഷ്മണനെ പഠിച്ചപ്പോഴാണ് ലക്ഷ്മണൻ പോയത്. അല്ലേ? ആണോ അല്ലയോ? സീതാദേവി അനുഭവിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ കഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദുര്യോധനൻ വെള്ളത്തിൽ വീഴുന്ന സമയത്ത് പരിഹസിച്ചെല്ലാവരും ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. അല്ലേ?
ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളിൽ നിന്നാണ് ഇവിടെ സകല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എവിടെ മാറ്റം വരുത്തണം? സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുത്തണം. ഗീതയിൽ ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആരാണ് അസുരൻ, ആരാണ് ദേവൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഗീതയിൽ പറയും ഭഗവാൻ, ദംഭോ ദർപ്പോധിമാനശ്ച ക്രോധപാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥസമ്പദമാസുരിം. ഇവരാണ് അസുരന്മാര്. നമ്മൾ കഥ കേട്ടിരിക്കുന്നത് നല്ല കറുത്ത വണ്ണമുള്ള രൂപമുള്ളവരും കൊടുവാള പിടിച്ചവരൊക്കെയാണ് അസുരന്മാര് എന്നുള്ളതാണ്. എന്നാ അങ്ങനെയുള്ളവരൊന്നല്ല അസുരന്മാര്. ദംഭോ ദർപ്പോ അതിമാനശ്ച ക്രോധപാരുഷ്യമേവ ച. ദംഭമുള്ളവൻ, ഞാൻ കേമനാണെന്നുള്ള തോന്നുന്നവൻ, ദർപ്പമുള്ളവൻ, ക്രോധമുള്ളവൻ, പാരുഷ്യമുള്ളവൻ, അജ്ഞാനമുള്ളവൻ, അങ്ങനെയുള്ളവനൊക്കെ ഇവരാണ് ആസുരീം, ഇവരാണ് അസുരന്മാര്. ഇനി നമ്മൾ സ്വയം ഉള്ളിലേക്ക് നോക്കി ചോദിക്കൂ, ഇതൊന്നൊക്കെ നമ്മൾ മുക്തരാണോ? അപ്പൊ നമ്മൾ മുക്തരല്ലെങ്കിൽ നമ്മളിലും ആരുണ്ട്? ഒരസുരനൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം. ഭഗവാൻ പറയുന്നു ആരാണ് ദേവൻ എന്ന് പറയുന്നത്? അഹിംസ സത്യമക്രോധം ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷു ലോലുപ്തം മാർദ്ദവം ഹ്രീ അചാപലം. 16-ാം അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്, നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഹിംസയുണ്ടാവരുത്, വേദനയുണ്ടാവരുത്. അപ്രകാരം അക്രോധം, ആരോട് നമ്മൾ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറരുത്. ത്യാഗ, ശാന്തി, ദയാ, ഭൂതേഷു, ഇതൊക്കെ പറയാൻ നല്ല സൗകര്യമുള്ള വാക്കുകളാ. ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് ഭഗവാൻ എന്ത് വിളിക്കുന്നത്? ദേവൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം കൊണ്ടല്ലേ നമ്മൾ ദേവനാവുന്നത്? നമ്മുടെ പെരുമാറ്റം കൊണ്ടല്ലേ നമ്മൾ അസുരനാവുന്നത്? ആണോ അല്ലയോ? അപ്പൊ നമ്മൾ മാറ്റം വരുത്തിയേ പറ്റുള്ളൂ. ഒരു ശിഷ്യൻ ചെന്ന് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ അറിയില്ലേ ഗുരു, ഭയങ്കര ദേഷ്യം, ഭാര്യയോട് ദേഷ്യം, ഭാര്യയുടെ അമ്മയോട് ദേഷ്യം, നാട്ടുകാരോട് ദേഷ്യം, വീട്ടുകാരോട് ദേഷ്യം, ഇതെങ്ങനെയാ ഒന്ന് മാറ്റിയെടുക്കുക എന്നൊരു വഴി പറഞ്ഞു തരണം. ഉടനെ ഗുരു ഒരു വഴി പറഞ്ഞു കൊടുത്തു. നല്ല വഴി കേട്ടോ, വേണേ നിങ്ങൾക്ക് പ്രായോഗികമാക്കാം. ഒരു മരത്തിന്റെ പലക അതെടുക്കുക, എന്നിട്ട് ദേഷ്യം ആരോടൊക്കെ തോന്നിയിട്ടുണ്ടോ അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയാൽ ആ ദേഷ്യം തോന്നിയിട്ടുള്ളതിനനുസരിച്ച് എത്ര ആളോട് തോന്നിയിട്ടുണ്ടോ അതിനനുസരിച്ച് ഓരോ ആണി എടുത്തിട്ട് ഈ പലകയിൽ അടിച്ചിട്ട്, ദേഷ്യമുള്ള ആളുടെ തലയിലല്ല, ഞാൻ മാറിപ്പോണ്ട പറയുന്നത്. എന്നിട്ട് എത്ര ദിവസം എത്ര ആളുകളോട് ദേഷ്യം വരുന്നുണ്ടോ അത്രയും ആണി അടിച്ചു വെക്കുക. അപ്പൊ ഇയാൾ ഇങ്ങനെ ഈ ആണി അടിച്ച് ക്രമേണ ഇയാൾക്ക് ഓർമ്മ വരാൻ തുടങ്ങി. ദേഷ്യം വരുമ്പോഴേക്കും ആണിയുടെ കാര്യം ഓർമ്മ വരും. അപ്പൊ ആണിയുടെ കാര്യം ഓർമ്മ വരും. അങ്ങനെ ആണി അടിച്ച് കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ദേഷ്യം വരുന്നില്ല. കാരണം ദേഷ്യം കണ്ട് വരുമ്പോഴേക്കും ആണി ഓർമ്മ വരും. ഞാനിത് പ്രായോഗികമാക്കി ഒരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്താട്ടോ, ഞാൻ വെറുതെ പറയല്ല. ഒരമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിൻസിയർ ആയിട്ട് സ്വാമി എനിക്കൊരു ഉപകാരം ചെയ്യണം, ഭയങ്കര ദേഷ്യം വരണം, എന്താ അറിയില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതെങ്ങനെയാ മാറ്റിയെടുക്കാന്ന്. ഞാൻ പറഞ്ഞു, അമ്മ സത്യം ചെയ്യോ ചോദിച്ചു. സത്യം ചെയ്യുന്നതാണ്. ഭാഗവതം തൊട്ട് സത്യം ചെയ്യിച്ചു. ഭാഗവതം തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു. എപ്പോഴൊക്കെ ദേഷ്യം വരുന്നുണ്ടോ അപ്പോഴൊക്കെ 1000 രൂപ എനിക്ക് തരണം. അമ്മ ദയനീയമായിട്ട് എന്റെ കണ്ണിലേക്ക് നോക്കി. സത്യം ചെയ്താൽ മാറ്റാൻ പറ്റില്ല, 1000 രൂപ എനിക്ക് തരണം. ആ അമ്മ പറയപ്പോ ദേഷ്യമേ വരില്ല, കാരണം ദേഷ്യം വരുമ്പോഴേക്ക് 1000 ആണേ. ഇതിലും ഭേദം 1000 പോയി കിട്ടുന്നത്, ദേഷ്യം അപ്പൊ നിൽക്കില്ലേ അവിടെ. അപ്പം അങ്ങനെ ഒന്ന് പ്രായോഗികമാക്കാൻ പറ്റും കുറെയൊക്കെ. ഏതായാലും ഇയാള് ആണി അടിച്ച് ഇയാൾക്ക് ദേഷ്യമില്ല. അവസാനം ഇയാൾ ഗുരുവിന്റെ അടുത്ത് ചെന്നു, ഗുരു ഇപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ദേഷ്യം വരുന്നില്ല, കാരണം ദേഷ്യം വരുമ്പോഴേക്കും ആണി ഓർമ്മ വരുന്നത്. അപ്പൊ ദേഷ്യമൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഗുരുവിനോട് ചോദിച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി അങ്ങക്ക് ദേഷ്യം ഒട്ടും ഇല്ലാത്ത ദിവസം അതിലത്തെ ഓരോ ആണി പറിച്ചെടുക്കുക. ഒട്ടുമില്ലാത്ത ദിവസം. അങ്ങനെ ഇയാൾ ആണി പറിച്ചെടുക്കാൻ തുടങ്ങി. പറിച്ചെടുത്ത് കുറെ കഴിഞ്ഞപ്പം ആണി മുഴുവൻ പറിച്ചെടുക്കാൻ സാധിച്ചു അയാൾക്ക്. ഇപ്പൊ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തില്ല, ആണിയില്ല. പക്ഷേ ആണി അടിച്ചതിന്റെ ഓട്ടയുണ്ട്. അപ്പൊ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, 2 കാര്യങ്ങൾ നിനക്ക് മനസ്സിലായോ അതിൽ നിന്ന്. ഒന്നാമത്തെ കാര്യം, നീ അടിച്ച ആണിയുടെ പാട് ഇനി ഒരിക്കലും ആ പലകയിൽ നിന്ന് മാറ്റാൻ സാധ്യമല്ല എന്നുള്ളൊരു കാര്യം മറക്കുക. രണ്ടാമത്, ഈ കാര്യം നീ മറന്നുപോയാൽ വീണ്ടും നിന്റെ ഉള്ളിൽ എന്തുവരും? ക്രോധം നീ തിരിച്ചു വരും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നാം ചെയ്തു വെച്ചിരിക്കുന്ന, പണ്ടുള്ളവർ പറയാറില്ലേ, എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ
സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ കുറെയൊക്കെ ഒരു ക്രമീകരണം വരുത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ക്രോധത്തെ നിയന്ത്രിക്കാം. ഇപ്പൊ ഇവിടെ ഭഗവാൻ വൈകുണ്ഠമൂർത്തിയുടെ പാർഷദന്മാരായ രണ്ടുപേര്, ജയനും വിജയനും, അവരുടെ ഉള്ളിൽ ഒരു അവിവേകം വന്നു. ആദരിക്കേണ്ടവരെ ആദരിക്കാതെ വന്നപ്പോ ആ വിനയവും അതുപോലെ തന്നെ ആ ഒരു നല്ല സംസ്കാരം പെരുമാറ്റവും പോയപ്പോ ക്രോധത്തോടുകൂടി ഒരു പെരുമാറിയ സമയത്ത് അവർക്ക് പാർഷദന്മാരുടെ ലെവലിൽ നിന്നും ആരിലേക്ക് താഴേണ്ടി വന്നു? അസുരന്മാരുടെ തലത്തിലേക്ക് താഴേണ്ടി വന്നു. അപ്പോ ഈ ലോകത്തിലുണ്ടല്ലോ ആളുകൾ ഉയരുന്നതിനും താഴുന്നതിനും കാരണം അവരുടെ അറിവല്ല, അവരുടെ കഴിവല്ല, ഒന്നുമല്ല, അവരുടെ സമ്പത്തല്ല, ഒന്നുമല്ല. ഒരു വ്യക്തി ഉയരുന്നതിനും താഴുന്നതിനും കാരണം അവരുടെ പെരുമാറ്റമാണ്. അതാണ് ഗീതയിൽ ഭഗവാൻ പറയുന്ന വിദ്യാ വിനയ സമ്പന്നേ. വിദ്യ കൂടുന്തോറും വിനയം. വിനയം എന്ന് പറഞ്ഞാൽ പെരുമാറ്റത്തിൽ ഒരാളെയും നിന്ദിക്കാതിരിക്കുക. ഇതാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആരെയും നിന്ദിക്കാതിരിക്കുക. ഒരാളും താഴെയുമല്ല, ഒരാളും മേലെയുമല്ല. നോക്കൂ, നമ്മുടെ ഉപനിഷത്തുകളൊക്കെ ഉണ്ടല്ലോ, എത്ര മഹത്വമാർന്ന സംസ്കാരമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. 4 വർണ്ണങ്ങൾ മയാ സൃഷ്ടം, എന്നാൽ സൃഷ്ടമായതാണ്. ആരാ സൃഷ്ടിച്ചിരിക്കുന്നത്? ഭഗവാനാൽ സൃഷ്ടമാണ്. അങ്ങനെ വെക്കുക നമ്മള്. അപ്പൊ 4 വർണ്ണങ്ങൾ ഭഗവാനിൽ നിന്നാണ് വന്നതെങ്കിൽ ഈ 4ഉം വാസ്തവത്തിൽ ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരു വർണ്ണത്തെ നിന്ദിക്കുന്നത് ആര് നിന്ദിക്കുന്നതിന് തുല്യമാണ്? ഇനി വേദങ്ങൾ എടുത്തു നോക്കൂ. വേദത്തിൽ ഇത് തന്നെയാ പറയുന്നത്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ. ഒരു പുരുഷനിൽ നിന്ന് ബ്രാഹ്മണോസ്യ മുഖമാസീൽ ബാഹൂരാജന്യകൃത ഓരോ തദസ്യൽ വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായതാം. വളരെ മനോഹരമായിട്ടാണ് പറയുന്നത്. മുഖത്തു നിന്നും ബ്രാഹ്മണൻ വരുന്നു, കൈകളിൽ നിന്നും ക്ഷത്രിയൻ വരുന്നു, തുടകളിൽ നിന്നും വൈശ്യൻ വരുന്നു, പാദങ്ങളിൽ നിന്ന്. ഒരു വിശ്വപുരുഷന്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ, പ്രപഞ്ചപുരുഷന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇവരെല്ലാം ഒരേ ഭഗവാൻ തന്നെയല്ലേ? ഒരാള് താഴെയും ഒരാള് മേലെയുമാണോ? ആണോ? ആ മേലെയും താഴെയും അല്ല എന്ന ബോധത്തെയാണ് നേരത്തെ പറഞ്ഞു, ഇത് വേറെയാണെന്ന ബോധത്തെ ദ്വൈതബോധമെന്നും ഇതെല്ലാം ഒന്നാണെന്ന ബോധത്തെയാണ് അദ്വൈതബോധമെന്നും. അവിടെയാണ് ഭാരതീയ സംസ്കാരം നിൽക്കുന്നത്. നമ്മുടെ ഭാരതത്തിലുണ്ടല്ലോ അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ച മഹാത്മാവായ ശങ്കരാചാര്യസ്വാമികള് ഈ ഭാരതീയ സംസ്കാരത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ആദ്യം മഠം സ്ഥാപിക്കുന്നത് ശൃംഗേരിയിലാണ്. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഇദ്ദേഹം ഇങ്ങനെ പല പണ്ഡിതന്മാരോട് ചർച്ചകളും കാര്യങ്ങളും, അന്നൊക്കെ കർമ്മസിദ്ധാന്തം അങ്ങനെ ഉറച്ചിരിക്കുകയാണ്. യാഗങ്ങളും ഹോമങ്ങളും കൊണ്ട് ഭാരതം തകർത്ത് തരിപ്പണമാക്കി പണ്ടത്തെ ആളുകള്. ഇതിൽ നിന്ന് അറിവിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ശങ്കരാചാര്യസ്വാമികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എവിടെയാണ് ഇത് പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കിട്ടുക, സ്ഥലം സ്ഥാപിക്കേണ്ടത് എന്നിങ്ങനെ അന്വേഷിച്ചപ്പോ ഈ തുംഗഭദ്ര നദിയുടെ തീരത്തിരുന്നു. അവിടെ ചെന്നപ്പോ ഒരു കാഴ്ച കാണുന്നത്, നല്ല ഉച്ചവെയില് ഒരു തവളയുടെ ഉള്ളിൽ നിന്ന് മുട്ടകൾ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. പ്രസവിച്ചുകൊണ്ടിരിക്കുക തവള. ഭയങ്കര ശക്തിയുള്ള വെയിലും, നല്ല ശക്തിയുള്ള വെയില്. ആ സമയത്ത് ആ തവളയ്ക്ക് തണൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കണം. അപ്പൊ പാമ്പിന്റെ പത്തിയുടെ തണലിരുന്നു കൊണ്ടാണ് തവള പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശങ്കരാചാര്യസ്വാമികളുടെ മനസ്സിൽ ഈ ബോധം വന്നത്രേ, ഒരു വർഗശത്രു അതിന്റെ ശത്രുവിന് ഇരക്കി അഭയം കൊടുക്കുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അഭയസ്ഥാനം വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം പ്രചരിപ്പിക്കാനുള്ള ഒരു കേന്ദ്രം ഇവിടെ തന്നെ ആവട്ടെ എന്ന്. അങ്ങനെയാണ് ശൃംഗേരിയിൽ അദ്ദേഹം മഠം സ്ഥാപിച്ചത് എന്നുള്ളൊരു കഥയുണ്ട്. ഇതാണ് നമ്മുടെ സംസ്കാരം. ആരെയും വേദനിപ്പിക്കുന്നതല്ല ഭാരതീയ സംസ്കാരം, എല്ലാവരെയും ആദരിക്കുന്നതാണ്. അപ്പൊ വേദനിപ്പിക്കാതെ ആദരിക്കുന്നതിനെയാണ് അദ്വൈതം എന്ന് പറയാം. അത് നമ്മൾ എവിടെ കൊണ്ടുവരണം? നമ്മുടെ വാക്കിലും നമ്മുടെ ഭാവനയിലും കൊണ്ടുവരണം. അത് കൊണ്ടുവരാതിരിക്കുമ്പോഴാണ് നമ്മളിലെ ആസുരിക ശക്തികൾ വരുന്നത്. ആസുരിക ശക്തികൾ വരുമ്പോഴാണ് ഉയരുന്നതിന് പകരം നമ്മൾ താഴുന്നത്. മനുഷ്യന്റെ ജീവിതം മുഴുവൻ അവൻ തകർക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നിന്ദിക്കുന്നു, താഴുന്നു. നാം കൊടുക്കുന്നതൊക്കെ നമുക്ക് തന്നെ തിരിച്ചു വരും. ഈ ബോധം നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ആരെയും ഉപദ്രവിക്കില്ല, വേദനിപ്പിക്കില്ല. ഇതിനെയാണ് ചങ്ങല എന്ന് പറയുന്നത്. ഇതിനെയാണ് യജ്ഞഭാവന എന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞല്ലോ, യജ്ഞഭാവന എന്ന് പറയുന്നത് എല്ലാവരും ഓരോ കണ്ണികളാണ്. അവിടെ ഒരാൾ വലുതുമല്ല, ഒരാള് ചെറുതുമല്ല. നമ്മുടെ ശരീരത്തിലെ സിസ്റ്റം തന്നെ നോക്കൂ നിങ്ങൾ. അതൊക്കെ എങ്ങനെയാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്? ബ്രെയിൻ പറയാണ് വയറിനെ നോക്കിക്കൊണ്ട്, എടാ ഞാനാണ് ശ്രേഷ്ഠന്ന്. ഉള്ളിന്ന് വിളിച്ചു പറയും ഞാൻ അങ്ങോട്ട് ദഹിപ്പിക്കാത്ത സാധനങ്ങൾ എത്തുമെന്ന്, ഇല്ലേ? കൈകൾ പറയാണ് ഞാൻ ശ്രേഷ്ഠനാണെന്ന്. വലത് കൈ ഇടത് കൈയോട് പറയാണ് നോക്കടാ നീ എന്നെ കണ്ട് പഠിക്കുക, ഞാനല്ലേ നല്ലതൊക്കെ കഴിക്കണം, നിന്റെ പണി എന്താന്നുള്ളത്. ഉടനെ ഇടത് കൈ പറയും ഞാൻ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ രോഗം വരിക നിനക്കറിയോ, പിന്നെ നീ ടിഷ്യൂ പേപ്പറും കൊണ്ട് നടക്കേണ്ടി വരും.
അതാണ് സത്യം. ഇവിടെ ഒരാൾ ഉയർന്നതുമല്ല, ഒരാള് താഴ്ന്നതുമല്ല, എല്ലാവരും ഒരു ചങ്ങലയുടെ കണ്ണികളാണ്. അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുമ്പോഴാണ് നാം ശരിക്കും യജ്ഞഭാവനയിൽ ജീവിക്കുന്നത്. ഭഗവാൻ വീണ്ടും പറയും, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയ അഘായൂരിന്ദ്രിയാരാമ മോഹം പാർത്ഥ സജീവതി. ഏവം പ്രവർത്തിതം ചക്രം, ഇതൊരു ചക്രമാണ്. ഈ ചക്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരും ഉയരെയുമല്ല, ആരും താഴെയുമല്ല, എല്ലാവരും ഒരു ചങ്ങലയുടെ കണ്ണികളാണ്. എന്നാൽ നമുക്ക് ഭേദബുദ്ധി ആവശ്യമില്ലേ? ഭേദബുദ്ധി ആവശ്യമില്ലേ? ആവശ്യമില്ല. അഭേദബുദ്ധിയും ആവശ്യമില്ലേ? രണ്ടും ആവശ്യമാണ്. എന്താ രണ്ടും സ്വാമി? എന്താ നിങ്ങൾ പറയണ? ആകെ കൺഫ്യൂഷൻ ആവണം ഞങ്ങൾക്ക്. ഭേദബുദ്ധി ആവശ്യമാണ്, അഭേദബുദ്ധി ആവശ്യമാണ്. വ്യവഹാരത്തിൽ ഭേദം വേണം. കഴുത്തിൽ അണിയേണ്ടത് കഴുത്തിൽ തന്നെ അണിയണം, വേണ്ടേ? അരഞ്ഞാണെടുത്തിട്ട് കഴുത്തിടാൻ പറ്റുമോ? പാദസരം എടുത്തിട്ട് കഴുത്തിടാൻ പറ്റുമോ? അപ്പോ വ്യവഹാരത്തിൽ വ്യവഹാരത്തിന്റേതായ രീതിയിൽ ഭാര്യയോട് പെരുമാറേണ്ട രീതി ഭാര്യയോട് പെരുമാറണം, അമ്മയോട് പെരുമാറേണ്ട രീതിയിൽ അമ്മയോട് പെരുമാറണം, സഹോദരിയോട് പെരുമാറേണ്ട രീതി സഹോദരിയോട് പെരുമാറണം, ഒരു കുട്ടിയോട് പെരുമാറേണ്ട രീതി കുട്ടിയോട് പെരുമാറണം. ഇത് ഭേദം വെക്കണം. പക്ഷേ നമ്മുടെ വാക്കുകളിൽ വേദനിപ്പിച്ചുകൊണ്ട് താഴ്ത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ എന്ത് കാണിക്കണ്ട? ഭേദം കാണിക്കണ്ട. അപ്പൊ വാക്കുകളെ കൊണ്ടും ഭാവനയെ കൊണ്ടും നമ്മൾ എല്ലാവരും ഒരു ചങ്ങലയുടെ ഭാഗങ്ങളാണെന്നുള്ള ബോധത്തോടുകൂടി പെരുമാറുകയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ ഒരാളെയും വേദനിപ്പിക്കുന്നതാവില്ല. അതാണ് ഭാരതീയ സംസ്കാരം. അപ്പം അദ്വൈതം എന്ന് പറയുന്നത് എവിടെ വരേണ്ടതുള്ളൂ? ഭാവനയിലും വരണം, വാക്കുകളിലും വരണം. എന്നാൽ വ്യവഹാരത്തിൽ നമുക്ക് ഈ ഭേദങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ നോക്കൂ, നമുക്ക് കഥയും കൂടി പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഈ സനൽകുമാരാദി മഹർഷിമാർ വരുമ്പോ അവരുടെ അടുത്ത് ചെന്ന് വിനയാന്വിതരായിട്ട് ഈ രണ്ടുപേരും പറയുകയാണ്, നോക്കൂ, നിങ്ങൾ വസ്ത്രമില്ലാതെ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നിങ്ങളുടെ മഹത്വം ആരാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വസ്ത്രമുള്ളവരൊക്കെയാണ് വരാറ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ വരുന്നത് എന്ന് വിനയാന്വിതരായി ചോദിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? ഉണ്ടോ? അപ്പൊ എവിടെയാ പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം? അവരുടെ പെരുമാറ്റത്തിൽ ഒരു അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒക്കെ രൂപം വന്നു, അല്ലേ? അപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലല്ലോ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം അവരുടെ